ഹായ് മക്കളെ, ഏക്കെയാണ്. ഒന്നാം ചാപ്റ്ററിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിൽ കൂടി നമ്മളിത് മെയിൻ എക്സാമിന് വരെ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന 2 ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങളും ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് ഉറപ്പാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലേ, ഈ ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് നാളെ കൃത്യം 7 മണിക്കുണ്ട്. എല്ലാവരും വരണേ. നമുക്ക് തുടങ്ങാം. ഏതാണ് ആ ഒരു ചോദ്യം? ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക: ഹൗ ടു മെഷർ ദ തിക്നെസ് ഓഫ് എ പേപ്പർ. അല്ലെങ്കിൽ ഒരു പേപ്പർ, ഇപ്പോൾ ഇതൊരു ബുക്കാണ് അല്ലേ. ഈ ബുക്കിൻ്റെ ഒരു പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പേപ്പറിൻ്റെ കട്ടി അളക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതേപോലെ ഒരു ബുക്കും ഒരു സ്കെയിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുക്കേണ്ട ഒരു പേപ്പർ, ഇതാണ് നമ്മുടെ പേപ്പർ. ഈ പേപ്പർ ഈ ഒരു ബണ്ടിലിൻ്റെ അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പേപ്പറിൻ്റെ കനം അളക്കാൻ പോവാണ്. എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്കെയിൽ എടുക്കണം. ഇതാണ് നമ്മുടെ സ്കെയിൽ. ശേഷം നേരെ എങ്ങോട്ട് കൊണ്ടുവരാം? നേരെ നമ്മളിതാ ഈ ബുക്കില്ലേ, ഈ ബുക്കിൻ്റെ ഏറ്റവും താഴെ വെച്ച് കഴിഞ്ഞാൽ അതിന് 0 മുതൽ മുകളിലേക്ക് അളക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? നമുക്കിവിടെ ലഭിക്കുന്നത് ബുക്കിൻ്റെ കനമല്ലേ, തിക്നെസ് അല്ലേ കിട്ടുക. അപ്പോൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഇത് മില്ലിമീറ്റർ ഉള്ളൂ അല്ലേ. മില്ലിമീറ്റർ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് 0.6 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 0.6 സെൻറ്റിമീറ്റർ ആണ് എന്ത്, നമ്മുടെ ബുക്കിൻ്റെ കട്ടി അല്ലെങ്കിൽ കനം അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു കാര്യം നോക്കേണ്ടതുണ്ട്, ആകെ മൊത്തം എത്ര പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് ഈ പേപ്പറിൻ്റെ എണ്ണം നമുക്കറിയണം. എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ, കൂടാതെ ഈ ബുക്കിൻ്റെ ആകെ മൊത്തം ഹൈറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിലുള്ള ഒരൊറ്റ പേപ്പറിൻ്റെ കനം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ആദ്യം നമ്പർ ഓഫ് പേപ്പർ എഴുതി വെക്കുക. എത്ര നമ്മൾ പറയുന്നത്? ഞാനൊരു 100 എടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് 100 നമ്പർ ഉണ്ട്, പേപ്പറിൻ്റെ എണ്ണം 100 ആണ്. ഇനി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് എന്ത്, നമ്മുടെ ടോട്ടൽ കനം അല്ലേ, ആ ഒരു ബുക്കിൻ്റെ കനം അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പേപ്പർ ബണ്ടിൽ. നമുക്ക് കിട്ടിയത് 0.6 സെൻറ്റിമീറ്റർ ആണ്. ശരിയല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്യുക? നോക്കൂ, അടുത്ത നമ്മൾ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കണം. തിക്നെസ് ഓഫ് ദ പേപ്പർ കണ്ടുപിടിക്കാൻ, ഒരു കടലാസിൻ്റെ കനം മനസ്സിലാക്കാൻ നമ്മൾ ഉയരത്തെ കടലാസിൻ്റെ എണ്ണവുമായിട്ട് ഹരിക്കണം. ഹൈറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേപ്പർ. അപ്പം നേരെ ഇങ്ങനെ ഹരിച്ചിടാൻ പറ്റും. സോ നമ്മൾ ഹരിക്കാൻ പോവാണ്. എത്ര ഹൈറ്റ് ഉള്ളത്? ഹൈറ്റ് 0.6 ആണ്. ശരിയല്ലേ? എത്രയാണ് നമ്പർ ഓഫ് പേപ്പർ? 100. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? 0.6നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. മക്കളെ, ഇത് കൃത്യമായിട്ട് പഠിക്കണം. 0.6നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സിമ്പിൾ ട്രിക്കായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറും. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ക്ലിയർ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ താഴെ ഒരു 0 കൂടി, അല്ലെങ്കിൽ 100ൻ്റെ ഒരു 0 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. ട്രിക്കാണേ. ഇനി ഒരു 0 ഇല്ലേ. സോ ഇവനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതാ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പോയിന്റ് എന്ത് ചെയ്യും? ഒരു സ്ഥാനം കൂടി മാറ്റി ഇവിടെ കുത്തിടണം. അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാവോ? ഇവിടെ നമ്മൾ 0 ഇട്ട് വെക്കണം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 0.006 അല്ലേ, 006 എന്ന് കിട്ടും. മനസ്സിലായോടാ? നമുക്കിതൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഹരിക്കുമ്പം എങ്ങനെയാണ് മാറുന്നത്, ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് മാറുക, കൺവേർഷൻ ഒക്കെ മനസ്സിലാക്കാനുണ്ട്. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 0.006 സെൻറ്റിമീറ്റർ ആണ്. കിട്ടിയോ? ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ചോദ്യമാണ്. ഏതാ അടുത്ത ചോദ്യം? നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിൽ നമ്മൾ പറയുന്നത് ഇതാണ് ആ ചോദ്യം. ഹൗ ടു മെഷർ ദ ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ. അതായത് ഒരു വളഞ്ഞ വരയുടെ നീളം എങ്ങനെ അളക്കാം? ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഒരു നേരെയുള്ള വരയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നേരെ അളന്നാൽ മതി അല്ലേ, ഒരു കുഴപ്പമില്ലല്ലോ. ഒരു സ്കെയിൽ എടുക്കുക, അളക്കുക, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അളവെടുക്കുന്നതിന് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വളഞ്ഞ വരയുള്ളതെന്ന് വിചാരിക്കുക. അത് ഇങ്ങനെയാണ് ഈ വര കിടക്കുന്നത്.
അപ്പൊ നമുക്ക് സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു വളഞ്ഞ വര എടുക്കാം. ഇതാണ് നമ്മുടെ വളഞ്ഞ വര, കർവ്ഡ് ലൈൻ എന്ന് പറയും. ഈ കർവ്ഡ് ലൈനിൽ ഒരിക്കലും സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇതേപോലെ ഒരു നൂലെടുക്കുക. ഓക്കെ, എന്നിട്ട് ആ നൂലെടുത്തിട്ട് ഈ ഒരു അറ്റം നേരെ ഇവിടെ വെക്കുക. ശേഷം ഇതേപോലെ ആ നൂലിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. കണ്ടോ? എന്നിട്ട് ഈ വരയുടെ അറ്റം വരെ എന്ത് ചെയ്ത് വെക്കുക? ഈ നൂല് ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഒരു ഡോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ലെങ്ത് കിട്ടിയതാ, ഇത്രയാണ് നമ്മുടെ വരയുടെ നീളം എന്ന് പറയാൻ പറ്റും. ഇനി എങ്ങനെ അളക്കും? ഇനി സിമ്പിൾ അല്ലേ? നേരെ ഒരു സ്കെയിൽ എടുക്കുക. ആ സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മളെ ഇതിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സ്കെയിൽ ഇവിടെയും കിട്ടിയിട്ട് കേട്ടോ, ഇവിടെ വരെ സ്കെയിലുണ്ട്. അപ്പോൾ 0 മുതൽ നേരെ ഇങ്ങനെ വെക്കുക. അപ്പോൾ സ്കെയിലിൻ്റെ അറ്റം മാത്രമേ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നൂലിൻ്റെ അറ്റം മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? നമുക്കിതാ കറക്റ്റായിട്ട് കിട്ടും. 24 കഴിഞ്ഞ് 24.5, പിന്നെ 0.6, 0.8 അല്ലേ? 24.8 ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഉത്തരം കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? സോ ഇതേപോലെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്പിയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഗോളത്തിൻ്റെ വ്യാസം അളക്കാൻ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇലയുടെ മൊത്തം വോളിയം അല്ലെങ്കിൽ പരപ്പളവ് അളക്കാൻ നമുക്കുണ്ട്. വോളിയല്ലോട്ടോ പരപ്പളവ്, അതിൻ്റെ പരപ്പളവ് അളക്കാനുണ്ട്, ഏരിയ അളക്കാനുണ്ട്. സോ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ മീറ്റർ സെൻറ്റിമീറ്റർ കൺവേർഷൻ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ നാളെ പഠിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യണം? നാളെ കൃത്യം 7 മണിക്ക് വരിക. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. സോ നാളെ കാണാം. ബൈ.